ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ ഫുൾ വിശേഷത്തിലേക്ക് കിടന്നാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമ്മൾ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഇടുന്നുണ്ട്. പ്രമോ വിശേഷം നമ്മൾ വൈകിട്ടാണ് ഇടുന്നത്. അപ്പം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ഫുൾ വിശേഷമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതീനെ കൊണ്ടുപോകാനായിട്ട് ഗ്രേസി വന്നിരിക്കുകയാണ്. ഏതായാലും ആ സ്ത്രീയെ ആദ്യം കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാകും. ആ സ്ത്രീയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയും പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ കുറെ എന്താ പറയാ പ്രൂഫുകളൊക്കെ കാണിക്കാതെ ഒന്നും പ്രൂഫുകളൊന്നും ഇവിടെ ഹാജരാക്കാതെ, അതായത് കോപ്പിയൊക്കെ കൊടുക്കാതെ സൈൻ ചെയ്യാതെ ഒന്നും നമ്മുടെ രേവതീനെ പറഞ്ഞയക്കില്ല. അപ്പം ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓഹോ, ഇത് ഭയങ്കര നിയമമായി പോയല്ലോ, ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നതിന് ഇത്ര വലിയ നിയമങ്ങളോ? അതെ, ഇവിടെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് ഞങ്ങളെല്ലാം ചെയ്യാറുള്ളത് എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും ഗ്രേസിയുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പൊ കോപ്പി എടുക്കാൻ സൗകര്യം ഇല്ലാഞ്ഞിട്ട് അടുത്തെങ്ങാണ്ട് പോയി കോപ്പി എടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ കോപ്പിയൊക്കെ എടുത്തു കൊടുത്തിട്ട് പിന്നെ രേവതീനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പോട് കൂടി നിൽക്കുകയാണ് ഈ ഗ്രേസി എന്ന് പറയുന്ന സ്ത്രീ. വാതോരാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമെങ്കിലും മനസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിഷ്കളങ്കതയുടെ ഒരു മനസ്സാണ്, ഒരു പാവമാണ്, ഒരു പാവം സ്ത്രീയാണ് കേട്ടോ. നമ്മുടെ രേവതി ഇപ്പൊ കാണുമ്പോൾ അയ്യോ പേടിയാകുന്നു, ഇനി അവിടെ പോകുമ്പോഴത്തേക്കും എനിക്ക് എന്തായിരിക്കും എന്നൊക്കെ ആ സ്ത്രീനെ കണ്ടാലും ആ സ്ത്രീയുടെ സംസാരം കേട്ടാലും ഗ്രേസിയുടെ സംസാരം കേട്ടാലും തോന്നുമെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരിയും ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ വിടുവായിത്തരം ഇങ്ങനെ വിളിച്ചു പറയുന്നുള്ളതല്ലാതെ പുള്ളിക്കാരിയുടെ മനസ്സിലൊന്നും ഇല്ല കേട്ടോ. അപ്പം അത് പക്ഷെ നമ്മുടെ രേവതിക്കോ അതുപോലെ തന്നെ ബ്രിജിത്താമ്മയ്ക്കോ ഒന്നും ഇപ്പൊ നന്നായിട്ട് അറിയില്ല. പക്ഷെ ബ്രിജിത്താമ്മ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ വായിൽ എന്തെങ്കിലും വരുന്നതൊക്കെ വിളിച്ചു പറയുന്നവരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല മോളെ, അവരുടെ മനസ്സിൽ ഒന്നും നിൽക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ വിടുവായിത്തരമൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് എന്ന് നമ്മുടെ ബ്രിജിത്താമ്മ പറയുന്നുണ്ട് രേവതിയോട്. അപ്പൊ രേവതി പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒട്ടും മനസ്സില്ല, ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകുന്നത്, എൻ്റെ ഈശോയെ ഇത് എന്തൊരു പരീക്ഷണോ, ഇത് ഞാൻ ഇത്രയും നാളും കളിച്ചു വളർന്ന വീടല്ലേ ഇത്, ഈ വീട് വിട്ട് ഞാൻ എങ്ങനെ പോകും ചേച്ചി, എനിക്ക് മനസ്സ് വരുന്നില്ല ചേച്ചി, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതുപോലെ ആ സ്ത്രീയെ കണ്ടിട്ട് എനിക്ക് പേടിയാവോ, ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സ്ത്രീ എന്തായിരിക്കും എന്നോട് പെരുമാറുക, ഇവിടെ വെച്ച് നീ ഇങ്ങനെ പെരുമാറുന്നപ്പോ അവിടെ കൊണ്ടുപോയി എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് അലീന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നീ പേടിക്കണ്ട മോളെ, സാരമില്ല, നമ്മൾ ഒരിക്കലും ഒരു കുഴിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടില്ല നമ്മുടെ മമ്മി നമ്മളെ ഇപ്പം അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അത് സേഫ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെയാണ് മമ്മി നമ്മളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. മമ്മി ഒരിക്കലും നമ്മളെ കൊണ്ടുപോയി ഒരിക്കലും ഒരു കുഴിയിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിയിട്ടില്ല, അത് നീ മനസ്സിലാക്കണം. പിന്നെ മമ്മിയുടെ അവസ്ഥ നമ്മൾ അറിയണം. ഞാൻ നിന്നോടെല്ലാം പറഞ്ഞതല്ലേ, നീ വീണ്ടും വീണ്ടും ഇതൊന്നും ആവർത്തിക്കാതെ മോളെ, വാ നമുക്ക് പോകാം, നീ മമ്മിയോട് യാത്ര പറഞ്ഞിട്ട് വാന്ന് പറയാം. അങ്ങനെ മമ്മിയോട് യാത്ര പറയാനായിട്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമ്മൾ ചെല്ലുന്നിടം നമ്മുടെ സ്വന്തം വീടായിട്ട് കരുതണം മോളെ, അവിടെ ഉള്ളവർ നമ്മുടെ ആൾക്കാരായിട്ട് കരുതണം, കള്ളത്തരൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ നീ ആ വീട്ടിലെ ജോലി ചെയ്യണം, ആത്മാർത്ഥതയോടുകൂടി തന്നെ ആയിരിക്കണം. ഒരിക്കലും ബ്രിജിത്താമ്മ വളർത്തിയ മക്കൾ, ഈ സ്നേഹനിധിയിലെ മക്കൾ ഒരിക്കലും വഴി പിഴച്ചവരാണെന്ന് ആരും പറയാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഈ മമ്മി പറഞ്ഞു പഠിപ്പിച്ചു തന്നതെല്ലാം മോളുടെ മനസ്സിൽ കാണണം. മാത്രമല്ല മമ്മിക്ക് വേറൊരു ഗതിയുമില്ല, ഇപ്പൊ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് മമ്മി നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം എൻ്റെ മക്കളെ ഞാൻ പിരിച്ചുവിടുന്നത്, ഇല്ലെങ്കിൽ ഒരിക്കലും ഈ മമ്മി എൻ്റെ മക്കളെ പിരിച്ചു വിടില്ല, നീയൊന്നും എന്നെ പ്രാകരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബ്രിജിത്താമ്മ പറയുന്നുണ്ട്. ബ്രിജിത്താമ്മയോടൊപ്പം ചോദിക്കുന്നുണ്ട്, മമ്മി എന്തൊക്കെയാ മമ്മി പറയുന്നത്, മമ്മീനെ പ്രാകാനോ, ഇത്രയും നാളും വളർത്തിയ മമ്മിയോട് ഞങ്ങൾക്ക് കടപ്പാട് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും മോള് പൊക്കോ, ഇനി കൂടുതൽ പറയാനൊന്നും നിൽക്കണ്ട, ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ കാണണം. പിന്നെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്പർ ഞാൻ മേടിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോക്ക് അവിടെ ഫോൺ ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മമ്മീനെ വിളിക്കാം, മമ്മി ജീവനോടെ ഉണ്ടെങ്കിൽ ഈ മമ്മി ഫോൺ എടുക്കും എന്ന് പറയുമ്പോൾ മമ്മി ഇങ്ങനെയൊന്നും പറയല്ലേ മോൾ, ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, പൊക്കോ മോളെ, രേവതി നീ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ പറഞ്ഞു വിടുകയാണ്. രേവതിയുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും മമ്മി ഒന്ന് നോക്കൂ മമ്മി, ഒന്ന് തിരിഞ്ഞു നോക്കൂ മമ്മി, ഒന്നുകൂടി ഒന്ന് നോക്കൂ മമ്മി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബ്രിജിത്താമ്മ തിരിഞ്ഞു നോക്കുന്നേയില്ല കേട്ടോ നമ്മുടെ രേവതിനെ. രേവതി വിളിച്ചിട്ടും ഒരു ബൈ പറയാൻ വിളിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം എന്താണ്, തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ട് പോയി തകർന്നു വിങ്ങി പൊട്ടി കരഞ്ഞോണ്ട് നിൽക്കുകയാണ് കേട്ടോ ബ്രിജിത്താമ്മ. അങ്ങനെ ആ ഒരു
ഈശോയുടെ രൂപത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് പറയുക, നിന്നെ ക്രൂശിലേറ്റിയപ്പം അനുഭവിച്ച വേദന അത് അതെന്തെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിലേറെ വേദനയാണ് ഇപ്പം എന്നെ എന്നെ നീ ക്രൂശിലേറ്റിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എനിക്ക് തന്നത് എൻ്റെ ഈശ്വര? എൻ്റെ ഈശോയെ, നീ എന്തിന് ഇങ്ങനെ ഒരു ജന്മം എനിക്ക് തന്നു? എൻ്റെ ഭർത്താവിനെ നീ എടുത്തു, എൻ്റെ മക്കളെ നീ എടുത്തു, ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ടവരായിരുന്ന എല്ലാവരെയും നീ കൊണ്ടുപോകല്ലേ, എന്നിൽ നിന്ന് അകറ്റി കൊണ്ടുപോകല്ലേ. എന്തിനിങ്ങനെ ഒരു ജന്മം നീ എനിക്ക് തന്നു? ഇനി എന്തിന് എന്നെ അവശേഷിപ്പിക്കുന്നു? എന്നെയും കൂടെ നിനക്ക് അങ്ങ് എടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞു ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യമായിട്ടും എൻ്റെ കണ്ണുകൾ ഈറനണിയിച്ചു കേട്ടോ. നമ്മുടെ മനസ്സ് എന്താ പറയുക, നമ്മുടെ മനസ്സ് സെൻസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു കഥ കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും കേട്ടോ. ഏതായാലും അങ്ങനെ നമ്മുടെ ഗ്രേസി, വാ പിള്ളേരെ സമയം പോയി, വാ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറയാം. അപ്പൊ അലീനയും കൂടെ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീനയും കൂടെ വണ്ടി കയറുന്നുണ്ട്. അപ്പൊ വണ്ടി കയറി ഇരിക്കുമ്പോൾ ഗ്രേസി ഓരോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗ്രേസി ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേസി ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. പക്ഷെ ഈ ഗ്രേസി സംസാരിക്കുന്ന എല്ലാം ദേഷ്യപ്പെട്ടും ഒരുമാതിരി എന്തോ ഒരു എന്താ മനസ്സിലെന്തോ ദേഷ്യവും വെറുപ്പും ഒക്കെ ഉള്ളതുപോലെ. പക്ഷെ പുള്ളിക്കാരിയുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പുള്ളിക്കാരി അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ദേഷ്യപ്പെട്ട് സംസാരിക്കാനും അല്ല സ്നേഹത്തോടെ സംസാരിക്കാനൊന്നും പുള്ളിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഗ്രേസി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇപ്പം അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്, എല്ലാവരും എന്തിനാണ് പറഞ്ഞയക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറയുന്നുണ്ട്, വേറൊന്നുമല്ല, ഞങ്ങളുടെ മമ്മി ഒന്നും ഞങ്ങൾ ഒരിക്കലും ആരുടെയും കൂടെ പറഞ്ഞു വിടുകയില്ല, ഞങ്ങൾ അവിടെ നിർത്തത്തുള്ളായിരുന്നു, അതുപോലെയാണ് ഞങ്ങളുടെ മമ്മി ഞങ്ങൾ നോക്കിയത്. പക്ഷെ ഇപ്പം ഞങ്ങളുടെ മമ്മിക്ക് ഒരു അസുഖമാണ്, കരളിനെ കാർന്നു തിന്നുന്ന ഒരു അസുഖം. പകുതി കരളും തീർന്നു കഴിഞ്ഞ് 30 ലക്ഷം രൂപയുണ്ട്, എൻ്റെ മമ്മിയുടെ അസുഖങ്ങളൊക്കെ മാറും. പക്ഷെ മമ്മി ആ ഒരു 30 ലക്ഷം രൂപ ചെലവാക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് മമ്മിക്ക് ഇപ്പം ഈ ഒരു അവസ്ഥ വന്നത്. ഞങ്ങളെയൊക്കെ പിരിച്ചുവിടേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മമ്മി ഒരിക്കലും ഞങ്ങളെ പിരിച്ചുവിടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അലീന ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട്, ഈ പെണ്ണ് എന്തിനാ കിടന്ന് മൂങ്ങുന്നത്, ഈ പെണ്ണിന് വേറെ പണിയില്ല, ഈ പെണ്ണ് മൂങ്ങേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഇങ്ങനെ പറയാണ്, മോളെ രേവതി, നീ കരയാതിരിക്കുക, നീ പോകുന്ന നല്ല സ്ഥലത്തേക്കാണ്, നീ ചിന്തിക്കുക. ദേ നീ കരയല്ലേ, കണ്ണു തുടച്ചേ. നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടവരല്ലേ. സാധാരണ എല്ലാ സ്ത്രീകളും വിവാഹം കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടവരാണ്. അങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവരാണ്. അല്ലെങ്കിൽ പഠിപ്പിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്നും മാറി നിൽക്കില്ലേ, ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കില്ലേ, അങ്ങനെയില്ലേ പലരും. അപ്പൊ അതുപോലെ മോള് ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും മോള് ചിന്തിക്കേണ്ട. അതുമാത്രം മോളുടെ മനസ്സിൽ ഇപ്പം മതി. നമ്മളിപ്പം വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തിന് വേണ്ടി പോവുകയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കൊണ്ടുപോകുമ്പോൾ അവരുടെ വീട്ടിൽ തിരുവനന്തപുരം അല്ല, സോറി, എറണാകുളത്ത് ചെന്ന് ഇറങ്ങി ഈ വീട്ടിൽ ഇറങ്ങുവാണ്. അപ്പൊ ആ വീട് കാണുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതിയുടെ ബോധം പോവാണ്. കാരണം അത്രയും വലിയൊരു വീട്ടിലേക്കാണ് നമ്മുടെ രേവതി ചെല്ലുന്നത്. ഇപ്പം പണി ചെയ്യുന്ന കാര്യം അതൊന്നും ഓർത്തിട്ടല്ല രേവതിക്ക്. ഇത്രയും വലിയ വീട്ടിലൊന്നും ഒരു ദിവസം ഒന്ന് കിടന്നുറങ്ങാൻ കൂടി നമ്മുടെ ഈ പറയുന്ന രേവതിക്കൊന്നും ഒരു യോഗമില്ല. അപ്പൊ ആ ഒരു അനാഥയല്ലേ, അപ്പൊ ആ ഒരു യോഗം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കരുതിയിരുന്നിടത്തേക്ക് ഇത്രയും വലിയ വീട്ടിലേക്ക് കയറി ചെല്ലുകയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ ആശ്ചര്യത്തോടു കൂടി നോക്കുന്നു. അങ്ങനെ നമ്മുടെ ഗ്രേസി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും എതിരെ നേരെ ഒരു പട്ടി ഒറ്റ ചാട്ടം ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ ആ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. ഓടി അലീനയുടെയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും അടുത്തേക്കാണ് ഓടി വരുന്നത്. ഇത് കണ്ടതും ഗ്രേസി ആണെങ്കിൽ ജോസേട്ടാന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഈ പട്ടി ഇച്ചിരി പ്രശ്നക്കാരനാണ്, വീട്ടിൽ വളർത്തുന്ന നായയാണ്, എങ്കിലും ഈ പട്ടി ഇച്ചിരി പ്രശ്നക്കാരനാണ്, കടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ അലീനയെ കണ്ടതും പെട്ടെന്ന് ഈ പട്ടി വന്നിട്ട് അവിടെ കുത്തി അങ്ങ് ഇരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പട്ടീനെ തന്നെ നോക്കിയിട്ട്, എന്താടാ നീ ഒന്നും മിണ്ടാത്തത് എന്നെ കണ്ടപ്പോഴത്തേക്കും? അല്ല, നീ ആഹാരമൊക്കെ കഴിച്ചോടാ, നിനക്ക് സുഖമാണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ ഫ്രണ്ട്സുകൾ കാണുമ്പോൾ കൈ തരണ്ടേ, അപ്പൊ എനിക്ക് കൈ താടാ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പട്ടി കൈ കൊടുക്കാണ്. അതിശയായി പോവാണ് കേട്ടോ നമ്മുടെ ഗ്രേസിക്ക്. ഭയങ്കര ഒരു അതിശയായി പോയി. കാരണം നമ്മുടെ അലീനയും ഈ രേവതിയും ഒക്കെ അവിടെ സ്ഥിരം പട്ടികൾക്ക് ആഹാരം കൊടുക്കുകയും അവര് സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ ആ പട്ടികളെ പോലും കണ്ടിരുന്നത്. അപ്പം അവരുടെ ആ ഒരു മൂവ്മെന്റ്സും അവരുടെ ആ ഒരു ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ അലീനയ്ക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അലീന ആ ഒരു പട്ടീനെ കണ്ടതും ആ പട്ടിക്ക് മനസ്സിലായ ഒരു സ്നേഹമുള്ള ഒരു, പട്ടികൾക്ക് അറിയാലോ
നമ്മളെ കാണുമ്പം പട്ടികൾക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ ആ പട്ടിക്ക് ആ ഒരു തിരിച്ചറിവുണ്ട്. അപ്പം അലീനയോട് കണ്ട ഉടനെ ഇങ്ങനെ പട്ടി ഒച്ച വെക്കുന്ന പോലെയൊക്കെ ഒച്ചയൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ദേ എന്റെ അനിയത്തിയാണ് കേട്ടോ, നീ പൊന്നുപോലെ നോക്കിക്കോണേ, നിന്നെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ പട്ടി നേരെ നമ്മുടെ രേവതിനെയൊക്കെ നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പിന്നെ ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞിരാമ മേനോനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണുള്ളത്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ശ്വാസം വലിക്കുന്നു താത്തുന്നു, വലിക്കുന്നു താത്തുന്നു. അവിടെയാണെങ്കിലോ നമ്മുടെ അലീനയുടെ അമ്മയുണ്ട്. അപ്പം എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല എന്ന് അവിടെയുള്ള നമ്മുടെ മനുശങ്കറിന്റെ അമ്മയോട് പറയുന്നുണ്ട്. അലീനയുടെ അമ്മ കേട്ടോ മനുശങ്കറിന്റെ അമ്മയോട് പറയുന്നുണ്ട്. അപ്പൊ ഈ മനുശങ്കറിന്റെ അമ്മ കുറച്ച് വൃത്തികെട്ട സ്ത്രീയും ഒരു ക്രൂര മനസ്സുള്ള സ്ത്രീയൊക്കെ തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, അതിന് കാണുമ്പോൾ നമുക്കറിയാം, ക്യാരക്ടർ നമുക്ക് ഒരു ദിവസം കൊണ്ട് മനസ്സിലായതാണ് നമ്മുടെ ബ്രിജിത്താമ്മേനെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പം മറക്കരുത്, എല്ലാവരും കാണുക. കണ്ടതേ നമ്മുടെ കണ്ണുകളെ ഈറനയിപ്പിച്ചുകൊണ്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ടേക്ക് നല്ല സീനുകളും നല്ല എപ്പിസോഡുകളൊക്കെ തന്നെയാണ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കഥയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മാക്സിമം കണ്ടോളൂ. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, വേറെ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഗ്യാരണ്ടി പറയുന്നു. പിന്നെ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇമോഷണൽസും അതുപോലെ തന്നെ പ്രണയവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന വാത്സല്യവും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വെറൈറ്റി കഥ കാണുന്നത്. നേരത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ജോയ്സിയുടെ തന്നെ കഥകൾ ഉണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ ഇമോഷണൽസും വാത്സല്യവും പ്രണയവും ഒക്കെ ഉള്ളത് തന്നെയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. അപ്പൊ അടുത്ത വിശേഷമായിട്ട് കാണാം. ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ ബൈ ബൈ.